ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് ഒരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കുന്നത്, എണ്ണമാങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ പച്ചമാങ്ങ കഴുകി നമ്മൾ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തു, കണ്ടില്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനിച്ചട്ടി ചൂടായി. നമ്മൾ ഇതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടി നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മാങ്ങ ഇതിലേക്കിട്ട് വറുത്ത് കോരാം. ഇപ്പോൾ എണ്ണ ചൂടായി. ഇനി നമുക്കിതിലേക്ക് പച്ചമാങ്ങ നമ്മൾ മുറിച്ചതെടുത്ത് ഇങ്ങനെ ഇട്ട് വറുത്ത് കോരാം. ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് നമുക്ക് എല്ലാം തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എടുക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ നമുക്ക് വറുത്ത് കോരാം. നമ്മുടെ മാങ്ങ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ വറുത്തെടുത്തു. അത്രയും മാങ്ങ വറുത്തെടുത്തപ്പോൾ ഇത്രയുമാണ് കിട്ടിയത്. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറിയ തീയിൽ നമുക്കതൊന്ന് ചൂടാക്കാം. അതിലേക്ക് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഇത് 3/4 ടീസ്പൂൺ കായം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കാം. ചെറിയ തീയിൽ നമുക്കിതൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കാം. പച്ചമണമൊന്ന് മാറും. ഇതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് കോരിയ നല്ലെണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചുകൂടി ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികൾ മൂത്ത ആ ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇടാം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ പതുക്കെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 1 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നല്ല ഒരു ഫ്ലേവർ വരികയാണ്. നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്തല്ലേ, അത് കായം എല്ലാം തന്നെ നല്ല ഫ്ലേവറാണ്. നമ്മുടെ എണ്ണമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത് നമ്മുടെ മാങ്ങ പിക്കിൾ റെഡിയായി. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 2 ആഴ്ച ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് വേണം നമ്മളിത് എടുക്കാൻ. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ നമുക്ക് എടുത്തു വെക്കാം. 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു മാങ്ങ അച്ചാറാണിത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.